റൈഫിൾ ക്ലബ്ബ് നാളെ പേമാരി പോലെ പടങ്ങൾ ഇറങ്ങാതിരിക്കുന്നിടത്ത് ഈ പടം ഒരു ഹൈപ്പൊന്നുമില്ലാതെ വന്ന ഒരു ആഷിഖ് അബു സിനിമയാണ്. എഴുതിയിരിക്കുന്നത് ശ്യാം പുഷ്കരൻ പ്ലസ് ദിലീഷ് കരുണാകരൻ പ്ലസ് സുഹാസ്. ഇവർ 3 പേരും ചേർന്നാണ് ഈ പടം എഴുതിയിരിക്കുന്നത്. ഈ സിനിമ ഇതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ചെറിയ ഇൻസിഡൻറ്റ് നടക്കുന്നു, അതിൻ്റെ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെ വേറൊരു സംഭവം നടക്കുന്നു. ഇത്രയേ ഉള്ളൂ, വലിയ കഥയൊന്നുമില്ലടേ. പക്ഷെ ഉള്ള സാധനത്തിനെ എങ്ങനെ എഴുതി സെറ്റാക്കി ചെയ്യണമെന്നുള്ളത് ഈ 3 പേരെ കണ്ടു പഠിക്കണം. ഈ പടം ഒരു വെടിപ്പടമാണ്, ഒരു പബ്ജി കളിക്കുമ്പോഴത്തെ വെടി, അത് തന്നെ സംഭവം. അതായത് എന്തൊരു നമുക്ക് ചുമ്മാ വന്നിരുന്ന് വെടി വെച്ച് കഴിഞ്ഞാൽ ഈ വെടിക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. കുറേ കിച്ചിച്ചാ കണ്ടിട്ട് പോയാൽ കൊള്ളാം, സൂപ്പർ എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോകാമെന്നുള്ളതല്ലാതെ വെടിക്കൊരു കഥ വേണമല്ലോ, വെടിക്കൊരു കാരണം വേണമല്ലോ. ഇതിൽ പോകുന്ന ഓരോ ബുള്ളറ്റും പറഞ്ഞുകൊണ്ടാണ് പോണത്. അത് കറക്റ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നെഞ്ചിൽ തന്നെ കൃത്യമായിട്ട് കൊള്ളുന്നുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഈ അടുത്ത കാലത്ത് ഒരു സിനിമയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അമ്മാതിരി ഹെവി ആയിട്ടുമായിരുന്നു. ഇതിൽ ഞാൻ പറയാം, ഇത് ഫാമിലിയായിട്ട് കാണാൻ പാടില്ലാത്ത സിനിമ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും കാണാം. അവൻ്റെ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈബ് പടം തന്നെയാണ് റൈഫിൾ ക്ലബ്ബ്. അവർ ഹൈപ്പ് കൊടുക്കാത്തതിന് കാരണം ഇതാണ്, കാരണം അവരുടെ കോണ്ടൻറ്റിൽ അവർക്ക് വിശ്വാസമുണ്ട്. ഈ ഒരു ചെറിയൊരു കഥയെ എടുത്ത് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻഗേജിങ് ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അവർ തെളിയിച്ചിരിക്കുന്നത്. ഈ സിനിമ തുടക്കത്തിൽ ഒരു ബാർ, ഒരു ഡാൻസ് പരിപാടിയൊക്കെ ആയിട്ടൊക്കെ പോവുകയാണ്, ഒരു പാർട്ടി ആയിട്ടൊക്കെ പോയി അനുരാഗ് കശ്യപ് വരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രോ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റംസാൻ വരുന്നു. അവിടെ വെച്ചൊരു ചെറിയൊരു ഇൻസിഡൻറ്റ് നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് വിനീത് കുമാർ ഇതിനകത്തൊരു സിനിമ നടനായിട്ടാണ് വരുന്നത്. ഷാജഹാൻ, പുള്ളി കിടിലമായിരുന്നു. ഞാനിലോട്ടൊക്കെ പറയാം, എല്ലാ കഥാപാത്രങ്ങളെ കുറിച്ച് പറയാൻ കേട്ടോ, ഒരു ലോഡ് ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ പോവുകയാണ് നമ്മുടെ റൈഫിൾ ക്ലബ്ബിൽ. ഇതിൽ കുറേ കഥാപാത്രങ്ങളുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതൊക്കെ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ എഴുത്തിലെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇവർ ഒരേ സമയം മാസ് അടുപ്പിക്കുകയും ചെയ്യും, ഇവർ ചിരിപ്പിക്കുകയും ചെയ്യും. ഇവരുടെ ഊക്കുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരി ഊക്കാണ്. അതിൽ കുറേ നമ്മുടെ വിനീത് കുമാറിനും കിട്ടും. ഇവരുടെ ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് എല്ലാവർക്കും മാസ് കാണിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ട് വർക്കൗട്ടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ റൈഫിൾ ക്ലബ്ബിലെ ആൾക്കാരൊക്കെ പരിചയപ്പെടുത്തുന്നത് നൈസായിട്ട് പോകുന്നു. കുറച്ച് ഡബിൾ മീനിങ് കോമഡി ഉണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. അല്ലാതെ ഈ പറഞ്ഞ ഇവരുടെ ടീമായെന്ന് പറഞ്ഞൊരു പ്രകൃതി പച്ചല പടമൊന്നുമല്ല, നല്ല സിനിമാറ്റിക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് തുടങ്ങി ഇനി അങ്ങോട്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഒരു ആകാംക്ഷ നിലനിർത്തുന്നു. അവിടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സീറ്റ് എഡ്ജിലോട്ട് പോകുന്നു. പക്ഷേ എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഡാർക്ക് ഹ്യൂമറും ഇവർ കൊണ്ടുപോകുന്നു. കോമഡി എല്ലാം തന്നെ ഏറ്റിട്ടുണ്ട്. കിട്ടിലും കുറേ തഗ്ഗുകളുണ്ട്, കുറേ ഡയലോഗുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ മിക്ക ഡയലോഗുകളും പിന്നെ ട്രെൻഡിങ്ങിൽ പോവാം. ഒരുപക്ഷെ ഈ പടം തിയേറ്ററിൽ വിജയിക്കാതിരിക്കാൻ സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. വിജയിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈ പടം ഒരു കൾട്ടാവും. അപ്പോഴും ഇതിൻ്റെ കുറേ ഡയലോഗുകളും സീനുകളും ഒക്കെ ട്രെൻഡിങ്ങിൽ പോകാൻ സാധ്യതയുണ്ടാവും. അത്രയ്ക്കും കിടിലായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ക്ലൈമാക്സ് പൊളി സാധനം. മൊത്തത്തിൽ ഒരു ചവല മയമാണ് പടം. മൊത്തത്തിൽ റെഡിഷ് ആയിട്ടുള്ള ചവല എന്ന് പറഞ്ഞാൽ വെളിച്ചമുള്ള വെയിലത്ത് പുറം കാണിക്കുമ്പോൾ പോലും ചെറുതായിട്ടൊരു ചുവപ്പ് കയറ്റി വയ്ക്കാൻ വേണ്ടി ഒരു ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ടൊണാലിറ്റി പിടിക്കാനായിരിക്കും, ഒരു വെസ്റ്റേൺ ടച്ച് കൊടുക്കാൻ. പഴയ കാലഘട്ടത്തിൽ, അതായത് മൃഗയൊക്കെ റിലീസായ സമയത്ത് നടക്കുന്ന ഒരു കഥയാണ്. ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഒരു എഴുത്തിൻ്റെ ആസ്പെക്റ്റ് നോക്കിയാലും അതിൻ്റെ മേക്കിംഗ് വൈസ് ആണെങ്കിലും ഡയറക്ഷൻ വൈസ് ആണെങ്കിലും ആക്ഷൻ ഈ പറഞ്ഞ വെടിവെപ്പാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതാണെങ്കിൽ പോലും ക്യാരക്ടറൈസേഷൻ ആണെങ്കിലും എല്ലാം കൊണ്ടും ഈ അടുത്തിടെ കണ്ടതിൽ ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു റൈഫിൾ ക്ലബ്ബ്. ഇനി കഥാപാത്രങ്ങൾ ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാറുണ്ട്. ദിലീഷ് പോത്തനാണ് ഒരു നായകൻ എന്ന് പറയാവുന്നത്. എല്ലാവർക്കും ഒരേ സ്പേസ് തന്നെ, എന്നാലും കുറച്ച് കയറിയിരിക്കുന്നത് ദിലീഷ് പോത്തനാണ്. ദിലീഷ് പോത്തൻ മാസായിരുന്നു. കുറേ തഗ് സാധനങ്ങൾ ഉണ്ട്. അനുരാഗ് കശ്യപ് പുള്ളിയുടെ സ്റ്റൈലിൽ മലയാളിയൊന്നുമല്ല, മലയാളി ഡബ്ബിംഗ് ഒന്നുമല്ല, പുള്ളി ഹാഫ് മലയാളി, കന്നഡക്കാരൻ എന്നുള്ള സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. നൈസായിരുന്നു. വിജയരാഘവ് ഇതിലും മാസാണ്. വാണി വിശ്വനാഥുണ്ട്. വാണി വിശ്വനാഥ് തോക്കൊക്കെ പിടിച്ചിരിക്കുമ്പോൾ ഒരു ഗത്തുണ്ടല്ലോ, അതിപ്പോഴും അങ്ങ് നിലനിർത്തി പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ സുരേഷ് കൃഷ്ണ കൺവിൻസിങ് സ്റ്റാർ, കുറച്ചേ ഉള്ളൂ കേട്ടോ, കുറച്ചാണെങ്കിൽ എന്ത് കുറേ ഡയലോഗ് ഉണ്ട്. അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊന്നാ ചിരി വരും. ഇതിൽ നീ ഒരു നല്ല ഭാര്യ അല്ലാതിരിക്കാം, പക്ഷേ നീ ഒരു നല്ലൊരു ഷൂട്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗുണ്ട്. ചിരി ചാടപ്പളവും. അങ്ങനെ ഒരു രക്ഷയില്ല. പിന്നെ ഉള്ളത് വിനീത് കുമാറൊക്കെ എന്തൊരു രസമാണ്. വിനീത് കുമാറിനൊക്കെ ഈ ഫസ്റ്റ് ഹാഫ് മൊത്തം അങ്ങനെ ഊക്കുവണ്ടിയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഞാൻ പറയുന്നില്ല, പടം കണ്ട് മനസ്സിലാക്കിയോ. സെന്ന ഹെഡ്ഗയുണ്ട്, നമ്മുടെ തിങ്കളാഴ്ച നിശ്ചയത്തിൻ്റെ സംവിധായകൻ, അയാൾക്കൊരു നല്ല റോളുണ്ട്. വിഷ്ണു അഗസ്ത്യയൊക്കെ മുൻനിരയിൽ നായക നടനായിട്ടൊക്കെ വരേണ്ട സമയം കഴിഞ്ഞാടേ. ഇയാൾക്ക് എന്ത് സ്ക്രീൻ പ്രസൻസ് എന്നറിയാമോ ഈ മനുഷ്യന്. ഈ പടത്തിലും അങ്ങനെ തന്നെ പൊളിയാണ്. ദിലീഷ് പോത്തൻ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ വിഷ്ണു അഗസ്ത്യ തന്നെയാണ്. പിന്നെ ദർശന രാജേന്ദ്രനുണ്ട്. ഇവരൊക്കെ റൈഫിൾ ക്ലബിൻ്റെ മെമ്പേഴ്സാണ്. സുരഭി ലക്ഷ്മിയുണ്ട്.
പിന്നെ പൊന്നമ്മ ബാബു ഉണ്ട്, പിന്നെ റംസാൻ ഉണ്ട്. റംസാൻ റൈഫിൾ ക്ലബിൻ്റെ മെമ്പറൊന്നുമല്ല, പുള്ളിയുടെ ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ട്. പുള്ളിയുടെ ഒരു കിക്ക് സംഭവമുണ്ട്, അത് അടിപൊളിയായിരുന്നു. അതുപോലെ നവനി ദേവാനന്ദ്, ഇവർ രണ്ടുപേരാണ് പേരായിട്ട് വരുന്നത്. ഫിലിപ്സിലെ മറ്റേ മൂത്ത കൊച്ചില്ലേ. പിന്നെ കിരൺ പീതാംബരൻ എന്നൊരു ചേട്ടനുണ്ട്, അങ്ങനെ കുറേ ഡയലോഗും കിടിലായിരുന്നു. കിടില നല്ല ടൈമിംഗ് ആണ് അങ്ങനെ കുറച്ചുകൂടി കയറിയൊക്കെ വരട്ടെ. പിന്നെ രാമു, നടേഷ് ഹഡ്ഗെ, പരിമൾ ഷൈസ്, സജീവ് കുമാർ, നിയാസ് മുസലിയാർ എന്നിവരൊക്കെയാണ് ബാക്കി അഭിനയിച്ചിരിക്കുന്നത്. ആഷിഖ് കപൂർ തന്നെയാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫറും, നൈസായിരുന്നു. അതുപോലെ വി സാജനാണ് എഡിറ്റിങ്, നല്ല പണി എടുത്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഡിസൈനർ അജയൻ ചാലിശ്ശേരി, നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ഡിസൈനറാണ്. ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ടെക്നിക്കലിയൊക്കെ വേറെ ഒന്നും പറയല്ല, അടിപൊളി. സൗണ്ട് മിക്സിങ് ഡാൻ ജോസ്, സൗണ്ട് ഡിസൈൻ നിക്സൺ ജോർജ്, കോസ്റ്റ്യൂം ഡിസൈനർ മഹസർ ഹംസ, മേക്കപ്പ് റോണക് സേവിയർ. പിന്നെ ഒരാളെ പറയാൻ വിട്ടുപോയി ചേട്ടാ, ഹനുമാൻ കൈൻഡ്. പുള്ളിയെ കാണാൻ നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ കളിക്കാരനായിട്ടുള്ള ഡീകോക്കിനെ പോലെ ഇരിക്കും, നമ്മുടെ ഡയറക്ടർ ചിദംബരത്തിനെ പോലെ ഇരിക്കും. പുള്ളി ഇദ്ദേഹത്തിൻ്റെ മകനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ തരടേ, ഈ പടം മറ്റേ ഇവരെന്നും പറഞ്ഞുകൊണ്ട് പ്രകൃതി പടമാണേ, പച്ചലയാണേ, ലാഗാണേ, അങ്ങനെ ഒന്നുമല്ല. ഇത് സിനിമാറ്റിക് ആയിട്ടുള്ള മാസ് കം കോമഡിയുള്ള ഒരു എൻ്റർടൈനർ സിനിമ തന്നെയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് തിയേറ്ററിൽ വിട്ടോ, ഫാമിലി ആയിട്ടും പോയി കാണാം, സീനൊന്നുമില്ല. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വൈബ് സാധനമാണ്. ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും ഞാൻ ഗ്യാരണ്ടി ഒന്നും പറയുന്നില്ല. എന്തായാലും ഇവിടെ നിന്നാണ് ഞാൻ പിടിച്ചത് കേട്ടോ. IFFK അവിടെ ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരാളെ പറയാൻ വിട്ടുപോയി, ഉണ്ണിമായ പ്രസാദ്. നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിന് ശേഷം ദിലീഷ് പോത്തൻ്റെ പേരായിട്ടാണ് ഇതിൽ വരുന്നത്. കിടിലായിരുന്നു. എന്തരാ വരട്ടെ.